ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് കടമ മറന്നാൽ അപകടം പതിയിൽ എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് ബൈബിളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും കടമകളുണ്ട്, അവകാശങ്ങളോടൊപ്പം കടമകൾ. വിവാഹിതരാകുന്നവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, ഒപ്പം കടമകൾ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എനിക്ക് കടമകൾ നിറവേറ്റാനുണ്ട്. ഞാനൊരു വൈദികൻ കൂടിയാണ്. വൈദികൻ എന്ന നിലയ്ക്ക് ഞാൻ നിറവേറ്റേണ്ടതായിട്ടുള്ള എൻ്റെ കടമകളുണ്ട്. അത് വിവാഹിതരാണേലും അവിവാഹിതരാണേലും ക്രിസ്ത്യാനികളാണേലും അക്രൈസ്തവരാണേലും ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരാണേലും നമുക്കെല്ലാവർക്കും നിറവേറ്റേണ്ടതായ ചില കടമകളുണ്ട്. അത് നമ്മൾ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അപകടം പതിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരാൾ സൂചിപ്പിച്ച ഒരു കാര്യം, സ്വയം ന്യായീകരിച്ച് പറഞ്ഞൊരു കാര്യം, ഞാൻ ആരുടെയും സഹായം തേടാറില്ല, ഞാൻ ആരെയും സഹായിക്കാറുമില്ല, എൻ്റെ കാര്യം നോക്കി ഞാൻ പോകും. ഇത് ശരിക്കും ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊരു ക്രിസ്ത്യാനിക്ക് ചേർന്ന കാര്യമല്ല. ഈ മനോഭാവം എന്നുള്ളത് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതാനും വചനഭാഗങ്ങളിലൂടെ ഈ ഒരു വിഷയം ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമതായി നമ്മൾ അറിയണം, ശുശ്രൂഷ ചെയ്യുന്നത് നമ്മുടെ ഔദാര്യമൊന്നുമല്ല, അത് നമ്മുടെ കടമയാണ്. നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ, നീ ഒരു ക്രിസ്ത്യാനിയാണോ, ശുശ്രൂഷ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഔദാര്യം കൊണ്ട് അതല്ലെങ്കിൽ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, ആ ഒരു സ്റ്റാൻഡ് അല്ല നമ്മൾ എടുക്കേണ്ടത് എന്ന് വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിന് പ്രീതികരമായ ശുശ്രൂഷ നീ ചെയ്താൽ നീയും സ്വീകാര്യനായി മാറും. കായന് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശമാണ്, ആബേലിനെ പോലെ നീയും ദൈവത്തിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ സ്വീകാര്യനായി മാറും. മറ്റൊരാളിലേക്ക് നമ്മൾ നോക്കി അവരെപ്പോലെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കഴിവ് വെച്ച് നമ്മുടെ സാഹചര്യത്തിൽ ചെയ്യാവുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റും. ദൈവത്തിന് പ്രീതികരമാകണം എന്നുള്ള ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പ്രഭാഷകൻ 35:20 ഈ സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. നമ്മൾ ആരാണേലും നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമ്മൾ സ്വീകാര്യരായി മാറും. ദൈവം നമ്മെ അംഗീകരിക്കും. അത് ചെയ്യാതിരുന്നാൽ അപകടം പതിയിരിക്കുന്നു എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 9:16 വായിക്കുമ്പോൾ ആ ഒരു സന്ദേശം വളരെ വ്യക്തമാണ്. ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവനാണെങ്കിൽ അഹങ്കരിക്കാൻ എനിക്ക് വകയൊന്നുമില്ല. അതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ എനിക്ക് എന്ത് അവകാശം, പൗലോസ് ചോദിച്ചതാണ്. അതേ തുടർന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ശുശ്രൂഷ ചെയ്യാതിരുന്നാൽ എനിക്ക് ദുരിതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഔദാര്യം കൊണ്ട് ചെയ്യേണ്ടതല്ല, കടമ നിറവേറ്റുന്നതിന് ഭാഗമായിട്ട് നാം ശുശ്രൂഷ ചെയ്യുന്നവരായി മാറണം. ഏതെങ്കിലും വിധത്തിലുള്ള ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് ഓടി നടന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ധ്യാനം നടത്താനോ കൺവെൻഷൻ നടത്താനോ പറ്റുന്നില്ലായിരിക്കാം. അതിൻ്റെ ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ മഹനീയമായ ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ പറ്റും. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് കർത്താവ് കൊടുത്ത ഒരു പഠനം അതായിരുന്നു, നിനക്ക് മിഷണറിമാരെക്കാൾ കൂടുതൽ ആത്മാക്കളെ വേണമെങ്കിൽ നേടാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ്, നിന്റെ പ്രാർത്ഥന കൊണ്ടും നിന്റെ സഹനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെയും ഒരുപാട് ആത്മാക്കളെ നിനക്ക് നേടാൻ പറ്റും. ഇത് ചെയ്യാൻ പറ്റാതെ ആരോ ഉള്ളത്? അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കടമയായിട്ട് നമ്മൾ കാണണം. ഇതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയുന്ന നല്ലതാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നത് ഔദാര്യമായിട്ട് കാണണ്ട, കടമയായിട്ട് കാണണം. ശുശ്രൂഷ നമ്മുടെ കടമ എന്നതുപോലെ തന്നെ മറ്റുള്ളവരെ, അതായത് സഹായം അർഹിക്കുന്നവരെ സഹായിക്കുന്നത് നമ്മുടെ കടമയാണ്. തോബിത്ത് 4-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ, ഏറെ സമ്പത്തുള്ളവർ അതനുസരിച്ച് ദാനം ചെയ്യണം. അല്പമേ ഉള്ളോ, അതനുസരിച്ച് ദാനം ചെയ്യണം. മറ്റുള്ളവരെക്കാൾ എനിക്ക് സമ്പത്ത് കുറവാണ്, അതുകൊണ്ട് ഞാൻ ആർക്കൊന്നും കൊടുക്കണ്ട, അങ്ങനെയുള്ള സന്ദേശമല്ല ബൈബിളിൽ നമുക്ക് ലഭിക്കുക. ഏറെ ലഭിച്ചവർ അതനുസരിച്ച് കൊടുക്കുക. അല്പമേ ഉള്ളോ, അതനുസരിച്ച് ദാനം ചെയ്യണം. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 2 കൊരിന്തോസ് 9:11 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉദാരശീലരാകേണ്ടതിനാണ് ഞാൻ നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കിയിരിക്കുന്നത്. ദൈവം നമ്മളെ സമ്പന്നരാക്കാതെ നമുക്ക് സമ്പന്നരാകാൻ പറ്റുമോ? സകലത്തിൻ്റെയും ഉടയവൻ, സമ്പത്തിൻ്റെ ഉടയവൻ എന്ന് പറയുന്നത് ദൈവമാണ്. അത് കൈകാര്യം ചെയ്യാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സുഭാഷിതങ്ങൾ 28:27 എടുത്താൽ, പാവപ്പെട്ടവരുടെ നേരെ മുഖം തിരിച്ചാൽ നിനക്ക് വരാവുന്നത് ശാപത്തിൻ്റെ മേൽ ശാപം. അവരെ സഹായിച്ചാൽ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പ്രഭാഷകൻ 29:9 വചനം പഠിപ്പിക്കുന്നുണ്ട്, അത്യുന്നതന്റെ കൽപ്പനകളെ പ്രതി നീ ദരിദ്രരെ സഹായിക്കുക. കൽപ്പന പാലിക്കുന്ന വ്യക്തികളായിട്ട് മാറണമെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിട്ട് മാറണം. മറ്റൊന്ന്,
ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കടമകളുണ്ട്. ആ കടമ മറന്നല്ല ജീവിക്കേണ്ടത്, ആ കടമ നിറവേറ്റി ജീവിക്കണം. അപ്പോഴാണ് ക്രിസ്തീയത നമ്മളിൽ തെളിഞ്ഞു വരിക. ഏതാനും കാര്യങ്ങൾ ദൈവ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാം. തോബിത്ത് 4-ാം അധ്യായം 5-ാമത്തെ വചനം, ദൈവത്തോടുള്ള കടമ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പൻ മകനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഒരിക്കലും ദൈവത്തെ മറക്കരുത്, ദൈവത്തെ വിസ്മരിക്കരുത്, എപ്പോഴും ദൈവ വിചാരത്തോടെ ജീവിക്കണം. സുഭാഷിതങ്ങൾ 3-ന്റെ 6-ാമത്തെ വചനം എടുത്താലും എല്ലാ കാര്യങ്ങളും ദൈവ വിചാരത്തോടെ ചെയ്യുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കുടുംബത്തോടുള്ള കടമ. നിങ്ങൾ മാതാപിതാക്കളാണ്, കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ കുടുംബത്തോട് ഒരു കടമയുണ്ട്. അത് മക്കൾക്കാണേലും മാതാപിതാക്കൾക്കാണേലും. 1 തീമത്തി 5-ാം അധ്യായം 4-ാമത്തെ വചനം, ഈ കടമ നിറവേറ്റാൻ ദൈവം ആവശ്യപ്പെടുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. പങ്കാളിയോട്, ജീവിത പങ്കാളിയോടുള്ള കടമ, അത് മറന്ന് ജീവിക്കുന്നവർക്ക് എങ്ങനെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത, സമാധാനം അല്ലെങ്കിൽ അഭിമാനിക്കാനുള്ള വകയുണ്ടാവും? എഫേസ്യർ 5:22 മുതൽ വായിച്ചാൽ, ഭർത്താവ് ഭാര്യയെ കാണേണ്ടത് കർത്താവ് സഭയെ കണ്ടതുപോലെയാണ്, ഭാര്യ ഭർത്താവിനെ കാണേണ്ടത് സഭ കർത്താവിനെ കണ്ടതുപോലെയാണ്. അത് നിങ്ങളുടെ ഒരു കടമയായിട്ട് ദൈവം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. മക്കളോടുള്ള കടമ, എഫേസ്യർ 6:4 മുതൽ വായിച്ചാൽ, കുട്ടികളിൽ കോപം ഉളവാക്കരുത്. അവരെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ഡീൽ ചെയ്യണം. ദൈവാനുഭവമുള്ള വ്യക്തികളാണെങ്കിൽ അവർക്കറിയാം മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത്. മാതാപിതാക്കളോടുള്ള കടമ, എഫേസ്യർ 6:3-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നീ ഈ കടമ നിറവേറ്റുക. പ്രഭാഷകൻ 3-ാം അധ്യായം 4-ാം അധ്യായം 7-ാം അധ്യായം ഇവിടെയെല്ലാം ഒത്തിരിയേറെ കാര്യങ്ങൾ മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അധ്യാപകരോടുള്ള കടമ, ഗലാത്യർ 6:6 വായിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. വചനം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ പങ്ക് അവന് നൽകുക. ഇടവക ദേവാലയത്തോടുള്ള കടമ, നമുക്ക് ഈ ഇടവക ദേവാലയത്തോട് ചേർന്ന് നിന്ന് ആത്മീയ പരിപോഷണം സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ആ ദേവാലയത്തെ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കടമയും ഉള്ളവരാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കടമയായിട്ട് നമ്മൾ എടുക്കണം. ദരിദ്രരോടുള്ള കടമ, യാക്കോബ് 2:15 മുതൽ വായിച്ചാൽ, ഈ കടമ നിറവേറ്റാതെ നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദരിദ്രരോടുള്ള നമ്മുടെ കടമ നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. പാപികളോടുള്ള കടമ, അത് മത്തായി 18:21 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രാവശ്യം ക്ഷമിക്കണം? സാധാരണ യഹൂദ നിയമപ്രകാരം 3 മതിയായിരുന്നു. പത്രോസ് പറയുന്നുണ്ട് 7 പ്രാവശ്യം മതിയോ? അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞത് 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റൊന്നുമില്ല. അത് ഒരു വ്യവസ്ഥയുമില്ലാതെ, ലിമിറ്റുമില്ലാതെ നമ്മൾ നിറവേറ്റാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വചനം കേട്ടവരാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.